ഗുഡ് ഈവനിങ്. നമ്മളിന്ന് മാത്സിന്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസംബർ 2023 അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ്, അറബിക് ലിറ്ററേച്ചർ അല്ല, അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറിൽ വന്ന പേപ്പർ 1ന്റെ ചോദ്യങ്ങളിലെ മാത്സിന്റെ മാത്രം ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, നമ്മൾ എടുക്കാൻ പോകുന്നത്. മാത്സിന്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന പോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്ന സമയത്തോ ചെയ്യണ സമയത്തോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താ പറയാ മനസ്സിലായില്ല എന്നുള്ള കേസ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ള അത്തരം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യണം. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്താ വിചാരിക്കാൻ, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നിങ്ങളുടെ സംശയം എന്താണെങ്കിലും അത് ക്ലാരിഫൈ ചെയ്തിട്ട് തന്നെ മുമ്പോട്ട് പോവാ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാത്സ് ആണ്. ഒരേ ചോദ്യത്തിന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ 100,000 വഴികൾ ഉണ്ടാവും. പല പ്ലാറ്റ്ഫോമുകളും പല വഴികള് പറഞ്ഞു തരുന്നവരാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള വഴി മാത്രം, ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ചോദ്യത്തെ എന്താ പറയാ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ഞാൻ ഈ രീതിയിലല്ല സോൾവ് ചെയ്യുന്നത് എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ കൺവീനിയന്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ഏതാണോ ആ രീതി തന്നെ ഫോളോ ചെയ്താൽ മതി. ഒരു കാരണവശാലും അത് മാറ്റണമെന്നില്ല. ഒരു വഴിയില്ലാത്തവര് മാത്രം എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന വഴിയെ വരാന്നുള്ളതാണ്. നമുക്ക് തുടങ്ങാലോ അല്ലെ? Can we begin? Are you ready? Yes. Okay. കയ്യിലൊരു പേപ്പറും അതിൽ എഴുതാനുള്ള ആയുധമായിട്ട് ഇരിക്കുക. വെറുതെ ഇങ്ങനെ ഞാൻ പറയുന്നത് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ കേട്ടിരിക്കുമ്പോൾ ഭയങ്കര ഈസി ആണെന്നൊക്കെ തോന്നും. പക്ഷെ എൻ്റെ കൂടെ ചെയ്യണ സമയത്താണ് അത് എത്രത്തോളം എന്താ പറയാ നമ്മൾ ചെയ്തു പഠിച്ചാലേ അത് കണക്റ്റ് ആവുള്ളൂ എന്നുള്ള സാധനം മനസ്സിലാവണമെങ്കിൽ കയ്യിലൊരു പേപ്പറും പേനയായിട്ട് ഇരിക്കാം. ഓക്കെ, മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. കാണുന്ന സമയത്ത് ഭയങ്കര എന്താ പറയാ ടഫാണ് എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും പക്ഷെ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് നമുക്കത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ശ്രേണിയായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന നമ്പർ ശ്രേണി. അതിങ്ങനെയാണ്: 1, 6, 18, 44, 98, 208, 430. അടുത്ത നമ്പർ ഏതാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്ന ആ സ്പേസിൽ ഏത് നമ്പറാ വരാന്നാണ് ചോദിക്കണത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 1 ഉണ്ട്, 6 ഉണ്ട്, 18 ഉണ്ട്, 44 ഉണ്ട്, 98 ഉണ്ട്, 208 ഉണ്ട്, 430 ഉണ്ട്, പിന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ ഒറ്റ നോട്ടത്തിൽ ഇതിനെ നോക്കുന്ന സമയത്ത് ഇവ തമ്മിലൊരു ബന്ധം വരാനുള്ള സാധ്യത ഇരട്ടസംഖ്യകളാണെന്നുള്ള അല്ലെ. പക്ഷെ അതിൽ 1 ഇരട്ടസംഖ്യ അല്ല താനും. അപ്പൊ ആ രീതിയിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ നമുക്കിട്ട് പറ്റുന്നില്ല. അപ്പൊ പൊതുവെ നമ്മളൊരു നമ്പർ ശ്രേണി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ, ഒരു നമ്പർ സീരീസ് തരുമ്പോൾ അതെങ്ങനെ ഉത്തരത്തിലേക്ക് എത്തുന്നുള്ളതിന് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ കുറെ കാലങ്ങളായിട്ട് NTA ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധ്യതകളാണ് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിലേതെങ്കിലും ഒന്ന് വർക്കാവും, അതിലേതെങ്കിലും ഒന്ന് ഉത്തരത്തിലേക്ക് എത്തുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നമ്പർ ശ്രേണി അല്ലെങ്കിൽ ഒരു സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അവ തമ്മിലുള്ള റിലേഷൻ എന്താണ് നോക്കിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് സബ് സീരീസ് ഉണ്ടാക്കുന്നതാണ് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അത് അങ്ങനെ വന്നിട്ടുണ്ടാവുക എന്നുള്ളൊരു സങ്കല്പമാണല്ലോ. സോറി, ചെറുതായിട്ട് തൊണ്ടവേദന ഉണ്ട്, അതുകൊണ്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നില്ല. അപ്പൊ നോക്കാം നമുക്ക്. ഞാൻ ഒരു വൈറ്റ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. വൈറ്റ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് തന്ന അതേ സീരീസ് എന്ത് ചെയ്യാണ്, അതേ സീരീസ് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. യെസ്, ഐ ഹോപ്പ് ദി സ്ക്രീൻ ഈസ് വിസിബിൾ. യെസ്, ഓക്കെ, വിസിബിൾ ആണെന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ക്വസ്റ്റ്യനിൽ തന്ന സീരീസ് ഞാൻ ഇവിടെ ഒന്ന് എഴുതുകയാണ്. 1 ഉണ്ട്, 6 ഉണ്ട്, 18 ഉണ്ട് അല്ലെ. 1 ഉണ്ട്, 6 ഉണ്ട്, 18 ഉണ്ട്, 44 ഉണ്ട്, 98 ഉണ്ട്, 208 ഉണ്ട്, 430 ഉണ്ട്. അടുത്തത് ആരാന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏത് സീരീസ് കിട്ടിയാലും നമ്മൾ ആദ്യം ചെയ്തു നോക്കേണ്ടത്, നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിനൊരു സബ് സീരീസ് ആക്കി നോക്കണം. അതായത് അവ തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ വെച്ചിട്ട് നമ്മളൊരു സീരീസും കൂടി ഉണ്ടാക്കി നോക്കണം. ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. വേറൊരു കളർ എടുക്കുന്നുണ്ട്. 1ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 5ആണ്. അതായത് 1ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 5ആണ്. ദെൻ 6ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം 12ആണ്. 6നോട് 12 കൂട്ടിയാലാ 18 ആവുക. 18ഉം 44ഉം തമ്മിലുള്ള വ്യത്യാസം 26ആണ്. 44ഉം 98ഉം തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? 54ന്റെ വ്യത്യാസം ഉണ്ടാവും. 54ആണ് കേട്ടോ അത്. 98ഉം 208ഉം തമ്മിൽ 110ന്റെ വ്യത്യാസം ഉണ്ടാവും.
208 ഇത് ഓൾറെഡി ഞാൻ ഇവിടെ കുറച്ച് വെച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഞാൻ ഈസി ആയിട്ട് പറയുന്നത്. ഞാൻ ഓൾറെഡി വൺസ് ചെയ്ത സാധനമാണ്, പക്ഷെ ഞാനിവിടെ ചെയ്തത് എഴുതി വെച്ചോണ്ടാണ് എനിക്കത് ഇങ്ങനെ സ്പീഡിൽ എഴുതാൻ പറ്റുന്നത്. നമ്മളത് ചെയ്തു നോക്കണം എന്നുള്ള നിർബന്ധമാണ്. അല്ലാതെ ഞാൻ ഭയങ്കര മാത്സിൽ പുലിയായത് കൊണ്ടൊന്നുമല്ല, നമ്മൾ വൺസ് ചെയ്തു നോക്കണം എന്നുള്ള നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തിനു പറഞ്ഞത്, പേപ്പറും പേനയായിട്ട് ഇരിക്കാൻ പറഞ്ഞത്. ഇനി 208 430 തമ്മിലുള്ള ഡിഫറൻസ് 222. അപ്പൊ നമ്മൾ ആ മേജർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന സീരീസിന്റെ അകത്ത് നമ്മളൊരു സബ് സീരീസ് അതിന്റെ വ്യത്യാസങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി. 5 ഉണ്ട്, 12 ഉണ്ട്, 26 ഉണ്ട്, 54 ഉണ്ട്, 110 ഉണ്ട്, 222 ഉണ്ട്. പക്ഷെ എന്ത് കിട്ടുന്നില്ല, അപ്പോഴും നമുക്കൊരു കണക്ഷൻ ഇങ്ങോട്ട് ആവുന്നില്ല. 5ഉം 12ഉം തമ്മിൽ ഇപ്പൊ എന്താ, 12, 26, 54, 110, 222 ഒക്കെ ഇരട്ട സംഖ്യയാണ്, പക്ഷെ 5 ഒരൊറ്റ സംഖ്യ ആണല്ലോ. പക്ഷെ ഒരു കണക്ഷൻ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യും, ഇത്രയും വലിയ സീരീസ് ആയതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഒരു വട്ടം കൂടി എന്ത് ചെയ്യാം, സബ് സീരീസ് ആക്കാം, അടുത്തൊരു സീരീസും കൂടി ഉണ്ടാക്കാം. എങ്ങനെ, 5ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ആണ്. 12ഉം 26ഉം തമ്മിലുള്ള വ്യത്യാസം 14 ആകുന്നു. 26ഉം 54ഉം തമ്മിലുള്ള വ്യത്യാസം 28 ആകുന്നു. പിന്നെയോ 54ഉം 110ഉം തമ്മിലുള്ള വ്യത്യാസം 56 ആകുന്നു. 110ഉം 222ഉം തമ്മിലുള്ള വ്യത്യാസം 224 ആകും. അല്ല, 112 അല്ലേ വരിക, 110, 222, 112 വരിക, 112 ആകുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ അകത്തുനിന്ന് പിന്നെയും സീരീസ് ഉണ്ടാക്കി. ഈ സീരീസിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ സീരീസിൽ നമ്മൾ എന്തായി, ഈ സീരീസിൽ നമുക്ക് കത്തി. എങ്ങനെ കത്തും, നിങ്ങൾ ആലോചിച്ച് വെക്കുക. 7ന്റെ ഇരട്ടിയാണ്, ഓക്കെ, വേറെ കളർ എടുക്കണ്ടേ, 7ന്റെ ഇരട്ടിയാണ് 14, 14ന്റെ ഇരട്ടിയാണ് 28, 28ന്റെ ഇരട്ടിയാണ് 56, 56ന്റെ ഇരട്ടിയാണ് 112 എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്ത് വരാൻ സാധ്യതയുള്ള ഈ പച്ച കളറിൽ എഴുതിയ കഷ്ണം ഉണ്ടല്ലോ, ഈ തേർഡ് സീരീസ് ഉണ്ടല്ലോ, തേർഡ് സീരീസിന്റെ ഇവിടെ വരാൻ സാധ്യതയുള്ള സംഖ്യ എന്ന് പറയുന്നത് 112ന്റെ ഇരട്ടിയായിരിക്കും. അതായത് 224 ആയിരിക്കും. 222ഉം 224ഉം കൂട്ടിയാൽ ഏത് കിട്ടും, ഇവിടെ വരാൻ സാധ്യതയുള്ള സംഖ്യയെ കിട്ടും. ഓക്കെ, 222ഉം 224ഉം കൂട്ടിക്കഴിഞ്ഞാൽ 4ഉം 2ഉം 6, 2ഉം 2ഉം 4, 446. ഇനിയോ 430ഉം 446ഉം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ വരാൻ സാധ്യതയുള്ള ആ ക്വസ്റ്റ്യൻ മാർക്കിലുള്ള സംഭവത്തെ കിട്ടും. എന്ന് പറഞ്ഞാൽ 430 പ്ലസ് 446, 6, 4, 3, 7, 876 ആയിരിക്കും എന്ത്, ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ വരാൻ സാധ്യതയുള്ള സംഖ്യ. കത്തിയോ, കൺഫ്യൂഷൻ ആയോ, ഒന്നുകൂടെ പറയണോ, എന്താ സംഭവിച്ചത്? എങ്ങനെ, കേട്ടില്ല, ബ്രേക്ക് ആയി. 446 എങ്ങനെ കിട്ടിയെന്നാണോ? അതെ, 222നെ 224 കൊണ്ട് കൂട്ടി, ബൾബ് കത്തി. യെസ്, ഗുഡ്. ഇങ്ങനെയാണ് ഒരു നമ്പർ സീരീസ് കിട്ടി ആദ്യം ചെക്ക് ചെയ്യേണ്ട സാധ്യത. ഇതാണ് ഡിഫറൻസുകൾ തമ്മിൽ. അതിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ഒരു ബന്ധവും നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് കണ്ടിട്ട് അതിനെ വേറൊരു സീരീസ് ആക്കുക, അതിന്റെ ഒരു സബ് സീരീസ് ആക്കുക. അതിൻ്റെ അകത്ത് എന്തുണ്ടാവും, മെജോറിറ്റി NTA ചോദിക്കുന്ന സീരീസിലും അതിന്റെ സബ് സീരീസിന് കണക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സബ് സീരീസിന് റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ മാത്രം ഇരട്ടസംഖ്യന്റെ ഗുണനാണോ, ഒറ്റസംഖ്യന്റെ ഗുണനാണോ, പ്രൈം സീരീസിന്റെ കണക്ഷൻ ആണോ, ക്യൂബ് ആണോ, സ്ക്വയർ ആണോ എന്നുള്ളതൊക്കെ രണ്ടാമത് നോക്കിയാൽ മതി. ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട സാധ്യത എന്ന് പറയുന്നത് ഇതായിരിക്കണം, ഒരു സീരീസിന്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ജമ്പ് ചെയ്യാണ്. വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഉത്തരം 876 ആണ്. നമ്മൾ തിരിച്ചു ചോദ്യത്തിലേക്ക് വരുമ്പം ഓപ്ഷനിൽ ആരുണ്ടാവണം, 876 ഉണ്ടാവണം. അതുകൊണ്ട് ഓപ്ഷൻ ബി 876. ഇത്രയും സ്റ്റെപ്പിലേക്ക് പോകുമ്പോ നമുക്ക് ടൈം കിട്ടോ? ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പ് അല്ലല്ലോ, ആണോ? പെട്ടെന്ന് എത്താൻ പറ്റുമല്ലേ? ഇതിനേക്കാൾ ഈസിയിൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റൊന്നും വേണ്ട. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു ടൈം കൺസ്യൂമിംഗ് അല്ലല്ലോ. 1ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 5 എന്ന് ചിന്തിക്കാൻ നമുക്കൊരു ഒരുപാട് സമയം വേണോ? വേണ്ടല്ലോ, അത്രേ ഉള്ളൂ. മൂവിങ്. യെസ്, രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം
ഒരു ഡയറക്ഷൻ ബേസ്ഡ് ചോദ്യമാണ്. വായിക്കുമ്പോൾ നല്ല രസം തോന്നുന്ന ചോദ്യമാണ്. ചെയ്യാൻ ഭയങ്കര നമുക്ക് ത്രില്ലടിക്കുന്ന, മാത്സിൽ NTNന്റെ മാത്തമാറ്റിക്സിന്റെ ചോദ്യത്തിന്റെ അകത്ത് അങ്ങനെ ത്രില്ലടിക്കുന്ന ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പോർഷനിൽ മാത്രമേ ത്രില്ലടിപ്പിക്കുന്ന ചോദ്യം വരാറുള്ളൂ. ഒന്ന് ഡയറക്ഷന്റെ ചോദ്യത്തിൽ നിന്നാണ്, മറ്റൊന്ന് റിലേഷൻ ചോദിക്കുമ്പോഴാണ്. ഓക്കെ, ഡയറക്ഷന്റെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് പോയി ഇപ്പൊ എങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങൾ, അത് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് വരുന്നത് തന്നെ ഭയങ്കര രസമുള്ള സാധനമായിരിക്കും. നമ്മളായിട്ട് തന്നെ അങ്ങ് നടന്നു നോക്കുക ഒരു പറഞ്ഞ ദിക്കിലൂടെ, അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ ഫൈനൽ എത്തുകയും ചെയ്യും. പിന്നെ ചോദിക്കുന്നത് റിലേഷന്റെ ചോദ്യമാണ്. അങ്ങനെ രസമായിട്ട് ചോദിക്കുന്നത്, ഇന്ന ആളുടെ അമ്മയുടെ മകളുടെ മകന്റെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചോദിച്ചു വരുന്ന ചോദ്യം നല്ല രസമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. സ്റ്റെപ്പുകൾ ഒരുപാടില്ലല്ലോ, നമുക്ക് നമ്മളെ അങ്ങ് സങ്കല്പിച്ച് അതങ്ങ് ഫിക്സ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. നോക്കാം, ചോദ്യം വായിച്ചു നോക്കാം. A girl walks straight in the opposite direction of the front door of her house. The front door of the house is facing towards south. After walking for 50 meters, the girl turns to her left and walks 100 meters. Thereafter, the girl turns right and stops after walking for 100 meters. Which direction the girl is facing now? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിൽ പറഞ്ഞ പോലെ ഒന്ന് നടന്നു നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒന്ന് നടന്നു നോക്കാം അല്ലെ. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു വടക്ക് നോക്കി യന്ത്രം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വരയ്ക്കണം. ഇവിടെ വരയ്ക്കാം അല്ലെ, ഇവിടെ വരയ്ക്കണ്ടേ. പേപ്പറിന്റെ മേൽഭാഗം എപ്പോഴും നോർത്ത് ആയിരിക്കും, നോർത്തിന്റെ ഓപ്പോസിറ്റ് എപ്പോഴും സൗത്ത് ആയിരിക്കും. നമ്മുടെ വലതുഭാഗം എപ്പോഴും ഈസ്റ്റ് ആയിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് എപ്പോഴും വെസ്റ്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് നടക്കാനുള്ള നമ്മുടെ വടക്ക് നോക്കി യന്ത്രം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഓപ്ഷൻ എ എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താ കിട്ടാന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നടന്നു നോക്കാം. പേനയുടെ കളർ ഒന്ന് മാറ്റണ്ടേ, നോക്കാം. ആ പെൺകുട്ടി നടന്ന എങ്ങനെയാ നോക്കാം. എ ഗേൾ വാക്ക് സ്ട്രെയിറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഡോർ ഓഫ് ഹെർ ഹൗസ്. അതായത് ഒരു പെൺകുട്ടി രാവിലെ എണീറ്റ് നടക്കാൻ തുടങ്ങി. നടന്നത് എങ്ങനെയാ വെച്ചാൽ അവളെ വീടിന്റെ ഫ്രണ്ട് ഡോർ, ഉമ്മറത്തെ ഡോർ ഉണ്ടാവുമല്ലോ, ആ ഡോർ എങ്ങോട്ടാണോ ഫേസ് ചെയ്ത് നിൽക്കുന്നത് ആ ഫ്രണ്ട് ഡോറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ കുട്ടി നടക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അടുക്കള ഭാഗത്തൂടെയാണ് ഇറങ്ങി പോകുന്നതെന്ന് അർത്ഥം. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് മുകളിലെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തോടെ കുട്ടി ബാക്ക് കൂടെ ഇറങ്ങിപ്പോയി എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ നമുക്ക് എവിടെയാണ് ഈ വീടിന്റെ മുഖം, ഫ്രണ്ട് ഡോർ ഏത് ദിക്കിലാണെന്നൊന്നും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിക്കിനെ എന്താക്കിയെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിക്കിനെ കുട്ടിന്റെ വീടിന്റെ ഫ്രണ്ട് ഡോർ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ കുട്ടി ഇപ്പം ഇവിടെയാണ് കുട്ടിയുടെ ഫ്രണ്ട് ഫേസിംഗ് ടുവേർഡ്സ് സൗത്ത് എന്ന് പറയണല്ലേ ഫ്രണ്ട് ഡോർ. second sentence. Okay. Thanks for the correction. The front door of the house is facing The front door of the house is facing towards south. വീടിന്റെ മുൻവശം സൗത്തിലേക്ക് ഫേസ്, സൗത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ, താഴെയല്ലേ, ഇവിടേക്ക് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവിടേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കുട്ടി എന്ത് ചെയ്യണത്, കുട്ടി നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടി നോർത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സൗത്ത് പോയിന്റ് നിന്ന് കുട്ടി എന്ത് ചെയ്യാണ്, ഇവിടെയാണ് കുട്ടിയുടെ വീടിന്റെ ഉമ്മറം, അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ആഫ്റ്റർ വാക്കിംഗ് ഫോർ 50 മീറ്റർ, എന്നിട്ട് എന്ത് ചെയ്തു, നോർത്തിലേക്ക് ആ കുട്ടി 50 മീറ്റർ നടന്നു. 50 മീറ്റർ നടന്നിട്ട് 50ാമത്തെ മീറ്റർ ആയപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ദ ഗേൾ ടേൺസ് ടു ഹെർ ലെഫ്റ്റ്, എന്നിട്ട് എന്ത് ചെയ്തു, അവിടുന്ന് ലെഫ്റ്റിക്ക് തിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നോർത്ത് സൈഡിലേക്ക് ഫേസ് ചെയ്ത് നടക്കുന്ന കുട്ടിയുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ലെഫ്റ്റിക്ക് തിരിഞ്ഞിട്ട് ആ കുട്ടി 100 മീറ്റർ നടന്നു എന്നാണ് പറയുന്നത്. ലെഫ്റ്റിക്ക് തിരിഞ്ഞ് 100 മീറ്റർ നടന്നു. Thereafter, അതിനുശേഷം ദ ഗേൾ ടേൺസ് റൈറ്റ്. അപ്പൊ ഇങ്ങോട്ട് നടക്കുമ്പോ ഈ കുട്ടി ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് നടക്കുന്ന കുട്ടിയുടെ വലത്ത് ഭാഗം, ദ ഗേൾ ടേൺസ് റൈറ്റ്, വലത്ത് ഭാഗം എന്ന് പറയുമ്പോൾ അത് ഇങ്ങോട്ട് വരും. ടേൺസ് റൈറ്റ് ആൻഡ് സ്റ്റോപ്സ് ആഫ്റ്റർ വാക്കിംഗ് ഫോർ 100 മീറ്റർ. എന്നിട്ട് വലത്തോട്ട് തന്നെ ഇങ്ങോട്ട് നടക്കും. ഇങ്ങോട്ട് നടന്നിട്ട് 100 മീറ്റർ നടന്നു. 100 മീറ്റർ നടന്നിട്ട് പുള്ളി എന്ത് ചെയ്തു, അവിടെ നിന്നു, ഹാൾട്ടായി. ഇപ്പൊ ചോദിക്കാണ് ഏത് ഡയറക്ഷനിലാണ് കുട്ടി ഇപ്പോ ഫേസ് ചെയ്തിരിക്കുന്നത്. കുട്ടി ഇങ്ങോട്ടാ നടക്കുന്നത് അല്ലെ എങ്ങോട്ട് നോക്കിയിട്ടാ നടക്കുന്നത്, ഇങ്ങോട്ട് നോക്കി നടക്കാൻ പറയുമ്പോൾ ദിസ് ഇസ് നോർത്ത്. സോ ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. നോർത്ത് വിൽ ബി ദ റൈറ്റ് ആൻസർ. യെസ്, എ പറഞ്ഞിട്ടുണ്ട് 3-4 പേര്. ഓക്കെ, ഗുഡ്, റൈറ്റ്. ഓക്കെ ആണ് എന്ന് കരുതുന്നു. Can we jump into the next question? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ജമ്പ് ചെയ്യട്ടെ. ആരെങ്കിലും ഈ ഉത്തരം
ഈസി 1 ആണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ആരെങ്കിലും ഉത്തരം കിട്ടിയിട്ടില്ല, എല്ലാവരും ഉത്തരം പറയുന്നു, എനിക്ക് മാത്രമാണ് കിട്ടാത്തെന്നുള്ള ഫീലുമായിട്ടൊന്നും ആരും ഇരിക്കരുത്. ആ ഫീലുമായിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, മനസ്സിലായില്ല എന്നുള്ളത് തുറന്ന് ചോദിക്കന്നെ ചെയ്യുക. നമ്മൾ റിപ്പീറ്റ് അടിച്ച് പറയൂ കേട്ടോ. ഓക്കെ, നോക്കാം. ഓ പറയാം, ഷുവർ. ഒന്ന് വായിക്കണ്ടേ. നമ്മൾ എന്ത് ചെയ്യാ, ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വടക്കും നോക്കി യന്ത്രം വരയ്ക്കണം. പേപ്പറിന്റെ മേലെ എപ്പോഴും നോർത്ത് ആയിരിക്കും, ഓപ്പോസിറ്റ് എപ്പോഴും സൗത്ത് ആയിരിക്കും. നമ്മുടെ വലത്ത് സൈഡിൽ ഈസ്റ്റ് ആയിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് നടക്കാനുള്ളൊരു വഴി, നടക്കാനുള്ളൊരു പ്രയോഗം എന്ന് പറയുന്നത്. ഇനി ചോദ്യത്തിൽ പറഞ്ഞ പോലെ നമ്മളൊന്ന് നടക്കുകയാണെ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? എ ഗേൾ വാക്ക് സ്ട്രെയിറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഡോർ ഓഫ് ഹൗസ്. വീടിന്റെ ഉമ്മറപ്പടിയുടെ അല്ലെങ്കിൽ ഫ്രണ്ട് ഡോറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കാനിറങ്ങിയ കുട്ടി, ആ കുട്ടിയുടെ വീടിന്റെ ഫ്രണ്ട് ഡോർ ഫേസിങ് ടുവേർഡ് സൗത്ത്, സൗത്തിലേക്ക് ഫേസ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യണത്, സൗത്തിലേക്ക് ഫേസ് ആക്കി നിൽക്കുന്ന വീട് എന്ന് പറയുമ്പോൾ വീടിന്റെ ഫേസ് ഇവിടെ ആയിരിക്കും അല്ലെ, സൗത്തിലേക്ക് താഴോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന വീടായിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കാനിറങ്ങിയ കുട്ടി എന്ന് പറയുമ്പോൾ സൗത്തിന്റെ ഓപ്പോസിറ്റ് ആയ നോർത്ത് അങ്ങനെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങും. അങ്ങനെ നടന്നിട്ട് 50 മീറ്റർ, ആഫ്റ്റർ വാക്കിംഗ് ഫോർ 50 മീറ്റർ, 50 മീറ്റർ ആ കുട്ടി അങ്ങനെ നടന്നു. എന്നിട്ടോ ആഫ്റ്റർ വാക്കിംഗ് 50 ദ ഗേൾ ടേൺസ് ടു ഹെർ ലെഫ്റ്റ്. 50 മീറ്റർ അങ്ങനെ നടക്കാന്ന് പറയുമ്പോൾ ഈ ഏരോ മാർക്ക് കാണുന്നിടത്തിലായിരിക്കും കുട്ടീന്റെ മുഖം ഉണ്ടാവുക. അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് കുട്ടി നടക്കുന്നത്. അവിടെ വെച്ചിട്ട് ആ പോയിന്റിൽ വെച്ച് കുട്ടി എന്ത് ചെയ്തു, ലെഫ്റ്റിക്ക് തിരിഞ്ഞിട്ട് 100 മീറ്റർ നടന്നു എന്നാ പറഞ്ഞ. അപ്പൊ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന കുട്ടിയുടെ ഇടതുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് കയറി നടന്നു നോക്കുക. ഈ ഏരോമാർക്ക് കാണുന്ന സൈഡിലേക്ക് മുഖം ആയിട്ട് നടക്കുന്ന ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഇടത്ത് ഭാഗം എന്ന് പറയുന്നത് ഈ സൈഡ് ആയിരിക്കും. ആ ഇടത്തോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കുട്ടി ഏകദേശം 100 മീറ്റർ നടന്നു എന്നാ പറയുന്നത്. പിന്നെയോ എഗെയിൻ ദെയർ ആഫ്റ്റർ ദ ഗേൾ ടേൺസ് റൈറ്റ്. പിന്നെയോ ഈ പോയിന്റിന്ന് വീണ്ടും ഈ കുട്ടി എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഫേസ് നടക്കുന്ന കുട്ടിയാണ്. ഇങ്ങോട്ട് ഫേസ് നടക്കുന്ന കുട്ടിയുടെ വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നു എന്ന് പറഞ്ഞാൽ വലത്ത് ഭാഗം എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ഇങ്ങോട്ട് നടക്കും, എന്നിട്ട് 100 മീറ്റർ നടന്നു. ഇപ്പൊ ഈ കുട്ടി എങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കണെന്നാണ് ചോദ്യം ചോദിക്കണേ. ഇങ്ങോട്ടല്ലേ നടന്നുകൊണ്ടിരിക്കണേ, ഇങ്ങോട്ടല്ലേ ഫേസ് ചെയ്യുന്നേ. ഇതേതാ ദിക്ക്? നോർത്താണ് ദിക്ക്. സോ ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇപ്പൊ കത്തിയോ ചോദിച്ചാല്? യെസ്, ഗുഡ്. ഇനി ഇതുപോലെ വേറെ ആർക്കെങ്കിലും മനസ്സിലാവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ചോദിക്കാതിരിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര റിഗ്രറ്റ് ഫീൽ ചെയ്യും ഇതൊക്കെ ശരിക്കും ചോദിച്ചാല് എക്സാമിന്. നോക്കാം. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഉണ്ട്, പറയാണ്. In a certain coding language, Aman is coded as 29, Raman is coded as 47. How Sham will be coded എന്നാ ചോദിക്കണേ. ഓക്കെ, ഒരു കോഡിംഗ് ലാംഗ്വേജില് അമൻ എന്ന് പറയുന്ന പേരിനെ 29 എന്ന് കോഡ് കൊടുത്തിരിക്കുന്നു. രാമൻ എന്ന വാക്കിന് അല്ലെങ്കിൽ പേരിന് 47 എന്ന് കോഡ് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഷാം എന്ന് പറഞ്ഞ പേരിനെ, ആ വാക്കിനെ എങ്ങനെയാണ് നിങ്ങൾ കോഡ് ചെയ്യാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ABCD എഴുതുന്നു, ABCDക്ക് കോഡ് കൊടുക്കുന്നു. ഇതാണ് ചെയ്യേണ്ടത്. വേറെ അതിലപ്പുറം ഒന്നും ചെയ്യാനൊന്നുമില്ല. നോക്കാം, നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ തന്നെ ചെയ്തോ അല്ലെ, അതല്ല എന്റെ ഒരു സുഖം. ഇവിടെ കൊള്ളുമായിരിക്കും അല്ലെ. A B C D E F G H I J K L M N O P Q R S T U V ആണ് കേട്ടോ, രണ്ടും കൂടി നമുക്ക് മാറ്റി വരുന്നത്. W X Y Z ABCD എഴുതി. നമുക്ക് ഈ ABCDക്ക് എന്തെടുക്കാം, കോഡ് കൊടുക്കാം. എങ്ങനെ കോഡ് കൊടുക്കാം? 1 2 3 കോഡ് കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. 1 2 3 4 5 6 7 8 9 this is 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26.
നമ്പർ കൊടുത്തു. ഇനി നമുക്ക് ഇവര് പറഞ്ഞ മാതിരി എന്താ ഇപ്പൊ കോഡിൽ സംഭവിക്കണമെന്ന് നോക്കാം. അതായത് അവര് അമൻ എന്ന വാക്കിനെ കോഡാക്കിയിട്ടുണ്ട് എന്നാ പറഞ്ഞേ. അമൻ എന്ന വാക്കിനെ കോഡാക്കിയിട്ടുണ്ട്. അപ്പൊ അമൻ എന്ന വാക്കിനെ ഇവർ എങ്ങനെയായിരിക്കും കോഡാക്കിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? എന്റെ കോഡ് എത്രയാ? 1 എമ്മിന്റെ കോഡ് എത്രയാ? 13. എന്റെ കോഡ് ഇത് 13. എന്റെ കോഡ് 1, എന്നിന്റെ കോഡ് 14. ഇതിനൊന്ന് കൂട്ടി വെക്കുക. ഓക്കെ, ഇതിനൊന്ന് കൂട്ടി വെക്കേ. 13 1 14, 14 1 15, 15 14 29. അപ്പൊ കിട്ടിയല്ലോ. ദാ അമൻ എന്നുള്ളതിന് 29 കോഡാക്കിയത് എങ്ങനെയാ? അവര് ഈ പറഞ്ഞ പോലെ ലെറ്റേഴ്സിന്റെ കൺസേൺഡ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടാണ് കോഡാക്കിയത്. രമനും അങ്ങനെ തന്നെ ആയിരിക്കും. രാമനും അങ്ങനെ തന്നെ ആയിരിക്കും. രാമനും അങ്ങനെ തന്നെ ആയിരിക്കും. 6ന്റെ കോഡ് 18, A1, M 13, A1, N 14. ഇതെല്ലാം കൂടി കൂട്ടി വെക്കുക. 18 1 19, 19 1 20, 20 13, 20 13 33, 33 10 43, 43 4 47. അതെല്ലാം കൂടി കൂട്ടിയാൽ 47 എന്ന് കിട്ടും. ഇതേപോലെ തന്നെ ആയിരിക്കും ഷാമും കോഡാക്കി ഉണ്ടാവുക. ഷാം SHAM ഷാം. എസിന്റെ കോഡ് എത്രയാ? എസിന്റെ കോഡ് 19 പ്ലസ് എച്ചിന്റെ കോഡ് എത്രയാ? 8, എന്റെ കോഡ് 1, എമ്മിന്റെ കോഡ് 13. കൂട്ടി വെക്കുക. 19 1 20, 20 13 33, 33 7 40 41 ഉത്തരം കിട്ടും. ഷാമിനെ കോഡിഫൈ ചെയ്ത് 41 എന്നായിരിക്കും. യെസ്, ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് കോഡുകൾ ഇങ്ങനെ ചോദിക്കണ സമയത്ത് പല സാധ്യതകളും അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ നോർമലി ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കാറുള്ള NTA സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു സാധ്യത നമ്പറിന് എന്ത് കൊടുക്കും? നമ്പർ കൊടുക്കും. നമ്പർ കൊടുത്തിട്ട് നമ്പർ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നിടവിട്ട നമ്പറുകൾ എടുക്കുകയോ അങ്ങനെ ഓരോ സാധ്യതകളാണ്. പൊതുവെ ഈ ഒരു സാധനമാണ്, ഈ ഒരു കാറ്റഗറി സംഭവമാണ് കാണാറുള്ളത്. അപ്പം ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു സാധ്യതയാണ്, ഈ ഒരു ടൈപ്പ് ചോദ്യം വരുന്ന സമയത്ത്. ഓക്കെ ആണോ? ക്യാൻ വി മൂവ്? ചെയ്യട്ടെ, അടുത്ത ചോദ്യത്തിലേക്ക് പറയൂ. യെസ്. ഇനി അടുത്ത ചോദ്യം. യെസ്, അടുത്ത ചോദ്യം ഇതേപോലെ തന്നെ രസകരമായ ഒരു ചോദ്യമാണ്. നമ്മൾ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒരു റിലേഷൻഷിപ്പുമായി ചോദ്യമാണ്. നോക്കാം നമുക്ക്. യെസ്, ചോദ്യം ഇതാണ്. എ മാൻ while pointing towards a lady said her husband is the only son of my mother. How is the man related to the lady? ഇത് നിങ്ങൾ പറഞ്ഞു നോക്ക്. നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ എന്താ ഉത്തരം പറയുന്നെന്ന് അറിയാൻ വേണ്ടിട്ടാ. വായിച്ചു നോക്കിയിട്ട് ഒന്ന് ഉത്തരം പറയാൻ ശ്രമിക്കാം. ജസ്റ്റ് ട്രൈ. ഓപ്ഷൻ 1 ഹസ്ബൻഡ് എന്ന് പറയുന്നു. ബാക്കിയുള്ളവർ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു. ഓപ്ഷൻ എ. ബി പറഞ്ഞു, അതിന്റെ ഇടയ്ക്ക് ഡി പറയുന്നു, 1 പറഞ്ഞു, എ പറഞ്ഞു, ബി പറഞ്ഞു, എഫ് ഇല്ല. എഫ് ഉണ്ടോ? ദർ ഇസ് നോ ഓപ്ഷൻ എഫ്. ഓക്കെ, ഡി പറഞ്ഞു. സി പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ബിയും ഡി ഒക്കെ വന്നോണ്ട് ചോദിക്കാട്ടോ. സി എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും? ഇല്ല, ആരുമില്ല. പല അഭിപ്രായങ്ങളും പല ഉത്തരങ്ങളും വന്ന സ്ഥിതിക്ക് ഞാൻ ഇടപെടേണ്ട ഒരു ചോദ്യമാണ് എന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. ചോദ്യം ഇങ്ങനെയാണ്. എ മാൻ while pointing towards a lady said. ഒരു പെൺകുട്ടീനെ ചൂണ്ടിയിട്ട് ഒരാള് പറയാണ്. ഓക്കെ, എ മാൻ while pointing towards a lady. ആ പെൺകുട്ടിയെ ചൂണ്ടിയിട്ട്, ആ പെണ്ണിനെ ചൂണ്ടി ആ സ്ത്രീയെ ചൂണ്ടി ഒരു മനുഷ്യൻ പറയാണ്, her husband, അവളുടെ ഭർത്താവ്, is the only son of my mother. എന്റെ അമ്മയുടെ ഒരേ ഒരു മകനാണ് ആ സ്ത്രീയുടെ ഭർത്താവ്. അങ്ങനെയാണെങ്കിൽ how is the man related to the lady? ആ മനുഷ്യന് ആ ലേഡിയോടുള്ള ബന്ധം എന്താണെന്ന ഉത്തരമൊക്കെ മാറി മാറി വരുന്നുണ്ട്. നോക്കാം നമുക്ക്. ഒരു പെൺകുട്ടിയെ നോക്കി. ഇവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട്. ഈ പെണ്ണിനെ ചൂണ്ടി ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. അയാൾ പറയാണെന്ത്? നിങ്ങൾ ഈ കാണുന്ന ഈ പെണ്ണ് എന്റെ ഹസ്ബൻഡ്, ഹെർ ഹസ്ബൻഡ് ഇസ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ. ഇവിടെ എന്റെ അമ്മ ഉണ്ടാവും അല്ലെ? എന്റെ അമ്മ ഉണ്ടാവും. എന്റെ അമ്മയുടെ ഒരേ ഒരു മകൻ അവളുടെ ഭർത്താവാണ് എന്ന് പറയാണ്. അപ്പൊ എന്റെ അമ്മയുടെ ഒരേ ഒരു മകൻ ആരായിരിക്കും? ഞാനായിരിക്കും. ഒരു മകൻ പറയാണ്, എന്റെ അമ്മയുടെ ഒരേ ഒരു മകൻ എന്നൊരു മകൻ പറയുകയാണെങ്കിൽ ആ അമ്മയ്ക്കുള്ള ഒരേ ഒരു മകൻ ആ പറയുന്ന ആളാണെന്നാണ് അർത്ഥം. ഞാൻ പറയാണ് എന്റെ അമ്മയുടെ ഒരേ ഒരു മകൾ ഞാനാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഞാനാണ്. ആ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മകൾ ഞാനായിരിക്കും. അപ്പൊ ഇതേപോലെ ആ മനുഷ്യനും പറയാണ് ഹെർ ഹസ്ബൻഡ്,
ആ കാണുന്ന സ്ത്രീയുടെ ഭർത്താവ് ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ, എന്റെ അമ്മയുടെ ഒരേ ഒരു മകനാണ്. എന്റെ അമ്മയ്ക്ക് ഒരേ ഒരു മകനേ ഉള്ളെങ്കിൽ അത് ഞാനായിരിക്കുമല്ലോ. ഓക്കെ, ഒരു മകൻ പറയാണ് എന്റെ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ ആ മകൻ ആ മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യൻ പറയാണ് എന്ത്, എന്റെ അമ്മയുടെ ഒരേ ഒരു മകനാണ് അവളുടെ ഹസ്ബൻഡ്, എന്റെ അമ്മയുടെ ഒരേ ഒരു മകൻ ഞാനാണ് എന്ന് പറഞ്ഞ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് ഞാൻ തന്നെയാണെന്നാണ് അർത്ഥം. ചോദിക്കണ എന്താ, ഹൗ ഇസ് ദ മാൻ റിലേറ്റഡ് ടു ദ ബോഡി ലേഡി, ആ പെണ്ണുമായിട്ട് ആ സ്ത്രീയുമായിട്ട് ആ മനുഷ്യനുള്ള ആ പുരുഷനുള്ള ബന്ധം എന്താണെന്നാ ചോദിക്കുന്നത്. അയാൾ ഭർത്താവാണ് ആ സ്ത്രീയുടെ. സോ ഓപ്ഷൻ 1 വിൽ ബി ദ റൈറ്റ് ആൻസർ. ബി പറഞ്ഞവരും ഡി പറഞ്ഞവരൊക്കെ ഒന്ന് തിരുത്തി ആലോചിക്കുക. കത്തിയോ, കോൺസെപ്റ്റ് കത്തിയോ? യെസ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധന ചോദിച്ചത്. എത്ര എത്ര ഭംഗിയിൽ നമ്മൾ തെറ്റിച്ചു എന്നുള്ളത് ആലോചിച്ച് വെക്കാം. എനിക്ക് തോന്നുന്നു ഓപ്ഷൻ 1ഉം ഓപ്ഷൻ എയും പറഞ്ഞതിനേക്കാൾ കൂടുതൽ 2ഉം ഡിയും ഒക്കെയാണ് കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കുന്നതിന്റെ പ്രശ്നമാണ്. മനസ്സിലാക്കുന്ന തെറ്റിപ്പോവാതിരിക്കുക. തെറ്റിപ്പോവാനുള്ള എല്ലാ സാധ്യതയും വെച്ചിട്ടാണ് അവർ നമുക്ക് ചോദ്യം തരിക. കാരണം നമ്മൾ പാസ്സാവണമെന്ന് അവർക്കൊരാഗ്രഹവും ഇല്ല. ഓക്കെ, അവർക്ക് ആ 1% നെറ്റ് കിട്ടുന്ന ജെആർഎഫ് കിട്ടുന്ന 1% നെറ്റ് കിട്ടുന്ന 6% നമ്മൾ ഉണ്ടാവരുത് എന്നാണ് NTA സ്വപ്നം. നമുക്കതല്ലല്ലോ, നമുക്കതിൽ നമ്മൾ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. അപ്പൊ നമ്മൾ മാക്സിമം കൺഫ്യൂസ്ഡ് ആക്കി തെറ്റിക്കാൻ NTA ശ്രമിക്കും. ആ ട്രാപ്പിൽ നമ്മൾ വീഴാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വെറും 2 സെന്റൻസിൽ പറഞ്ഞു ചുരുക്കിയ വളരെ ചെറിയൊരു ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, അതിനെ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി തെറ്റിക്കുന്ന പാവ മനുഷ്യന്മാരാണ് നമ്മൾ. ആ തെറ്റിലേക്ക് നമ്മൾ ഇനി എത്താൻ പാടില്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് വായിച്ചു വെക്കുക. ഓക്കെ, ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എനിബഡി? ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇവിടെ ഉള്ളതൊന്നും വായിക്കട്ടെ കേട്ടോ. ഓക്കെ, പറയാണ് എ മാൻ വൈൽ പോയിന്റിങ് ടുവേർഡ്സ് എ ലേഡി, ഒരു സ്ത്രീയെ നോക്കി. ഇതാണ് ആ സ്ത്രീ. ദിസ് ഈസ് ദാറ്റ് സ്ത്രീ. ആ സ്ത്രീയെ നോക്കി ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറയാണെന്ത്, ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ഭർത്താവ്, ഹെർ ഹസ്ബൻഡ് ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ, എന്റെ അമ്മയുടെ, എന്റെ അമ്മ എന്ന് പറയുമ്പോൾ എന്നേക്കാൾ പ്രായമുള്ള ആളാണ്. അപ്പൊ എനിക്ക് തൊട്ട് മുമ്പേ ഉള്ള ജനറേഷനാണ്. അപ്പൊ ഞാൻ മേലോട്ടാ വരയ്ക്കണ്ടേ. എന്റെ അമ്മയുടെ ഒരേ ഒരു മകനാണ് അവളുടെ ഭർത്താവ് എന്ന് പറയുമ്പോ, എന്റെ അമ്മയുടെ ഒരേ ഒരു മകൻ എന്നൊരു മകൻ പറയുമ്പോ ആ മകൻ തന്നെയാണ് അല്ലെ. ഒരു മോൻ പറയാണ് എന്റെ അമ്മയ്ക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മകൻ ഞാനാണ്, അമ്മയ്ക്ക് വേറെ മകനില്ല. അമ്മയ്ക്ക് ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ, ഒരു മകൻ അത് പറയുമ്പോൾ അയാൾ തന്നെയാണ് ആ അമ്മയുടെ മകൻ, വേറെ മക്കളില്ല. അപ്പൊ എന്റെ അമ്മയുടെ ഒരേ ഒരു മകനാണ് അവളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്റെ അമ്മയുടെ ഒരേ ഒരു മകൻ ഞാനാണ്. ആ ഞാനാണ് ആര്? ഇവളുടെ ഭർത്താവ് എന്ന് പറയുമ്പം ഈ മനുഷ്യൻ ഈ സ്ത്രീയോടുള്ള ബന്ധം എന്താ? ഭർത്താവാണെന്നുള്ള ബന്ധമാണ്. അതെ, എന്താ പറയട്ടെ, ഒള്ളി സണ്ണിനെ ഫോക്കസ് ചെയ്തില്ല. ഓൺലി സണ്ണിനെ ഫോക്കസ്. യെസ്, അത് തന്നെയാണ്. ഞാൻ ടീച്ചർ പറഞ്ഞോളെ തന്നെ ഞാൻ വരച്ചിട്ട് ലേഡീനെ മനുഷ്യനെയൊക്കെ ബന്ധിപ്പിച്ചു. പക്ഷെ അപ്പൊ ഹസ്ബൻഡും ആ മറ്റാളും രണ്ടുപേരായി. അപ്പൊ പിന്നെ ബ്രദറിലോ ഉറപ്പിച്ച്. ടീച്ചർ രണ്ടാമത് വായിച്ചപ്പോഴാണ് ഒള്ളി സൺ ശ്രദ്ധയപ്പെട്ടത്. ഓൺലി സണ്ണാണ് അതിന്റെ ആ ഒരു കീ സാധനം. ഓക്കെ, നോക്കാം, മൂവ് ചെയ്യട്ടെ അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഓക്കെ, ഹസ്ബൻഡ് ആണ് റൈറ്റ് ആൻസർ വരാം. നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് അതേ വർഷം 2023 ഡിസംബറിൽ ഇപ്പൊ നമ്മൾ അറബിക് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ പേപ്പറിൽ ചോദിച്ച പരീക്ഷയാണ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ഇനി നമ്മൾ അന്നത്തെ ആ ടൈമിലെ അറബിക് ലിറ്ററേച്ചറിന്റെ പേപ്പറിൽ ചോദിച്ച പേപ്പർ 1 ചോദ്യങ്ങളിൽ നിന്ന് മാത്സിനെ മാത്രം ഒന്ന് എന്ത് ചെയ്യാം, മാത്സിനെ മാത്രം ഒന്ന് പിക്ക് ചെയ്തെടുത്ത് നോക്കിയൊക്കെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. വി ആർ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് യൂഷ്വൽ നമ്മുടെ നമ്പർ സീരീസ് തന്നിട്ടുണ്ട്. -7 അല്ലെ, നമ്മൾ സാധാരണ മൈനസ് ഒന്നും കാണാറില്ല സീരീസിൽ, പക്ഷെ ഇതിൽ മൈനസ് ഉണ്ട്. പറയാണ് -7, -5, -1, 7, 23 നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും എല്ലാം കൂടി അങ്ങോട്ട് മിങ്കിളാക്കി തന്നൊരു സാധനമാണ്. എന്നിട്ട് ചോദിക്കാണ് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടെടുത്തുള്ള സംഖ്യ ഏതാന്ന് ചോദിക്കാണ്. നമുക്കൊന്ന് നോക്കി വെക്കാം, എഴുതി വെക്കാം. നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ, കിട്ടണമൊക്കെ എഴുതി വെക്കാനാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള പരിപാടി. അപ്പൊ നോക്കാവേ.
-7, -5, -1, 7, 23. അടുത്തത് ആരാന്നാണ് നമുക്കറിയണ്ടേ. അപ്പൊ ഇവ തമ്മിലുള്ള നമ്മൾ പറഞ്ഞിട്ട് നമ്പർ സീരീസ് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചെക്ക് ചെയ്യലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് ടു ചെക്ക് ദ റിലേഷൻ ബിറ്റ്വീൻ ദോസ് നമ്പേഴ്സ്. അതാണ് ആദ്യം ചെക്ക് ചെയ്ത് നമ്മൾ നമ്പറിന്റെ സബ് സീരീസ് ഉണ്ടാക്കാൻ നോക്കണം. എന്നിട്ടും അത് കണക്ട് ആയില്ലെങ്കിൽ മാത്രമേ നമ്മൾ വേറെ സാധ്യതകൾ അന്വേഷിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നോക്കിയാൽ നമുക്ക് -7ഉം -5ഉം തമ്മിലുള്ള വ്യത്യാസം -2 ഓക്കെ. -7 -2 ആണ് -5. ഓക്കെ, -7ഉം -5ഉം തമ്മിലുള്ള വ്യത്യാസം -2 ആകുന്നു. ഇനിയോ -5ഉം -1ഉം തമ്മിലുള്ള വ്യത്യാസം -4 ആകുന്നു. ഇനിയോ -1ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം ആലോചിക്കണേ. -1ഉം 7ഉം, അതായത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1ന്ന് മേലോട്ട് കയറുമ്പോഴാണ് 1, 2, 3, 4 എന്ന് പറയാ. ഓക്കെ, 1ന്ന് ഇവിടെ 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 ഒരു 0 ഉണ്ട് വിചാരിക്കുക. 0ത്തുനിന്ന് ഇങ്ങോട്ടുള്ളതാണ് 1, 2, 3. ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ -1, -2, -3 എന്നാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് ഗ്രാഫിന്റെ അങ്ങോട്ട് പോസിറ്റീവും ഇങ്ങോട്ട് നെഗറ്റീവും എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സെയിം കോൺസെപ്റ്റ്. അപ്പൊ -1ന്ന് 7 കുറയ്ക്കുക, അതായത് ഒരു നെഗറ്റീവ് സംഖ്യ പോസിറ്റീവ് സംഖ്യ കുറയ്ക്കുക എന്നുള്ളത്. പൊതുവെ നമ്മള് നെഗറ്റീവ് പോസിറ്റീവ് കുറയ്ക്കണ സമയത്ത് രണ്ടും കൂടി കൂട്ടിയിട്ട് ചെറുതിന്റെ ചിഹ്നം ഇടുക എന്നൊക്കെ പഠിക്കാം. അതൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. നമ്മൾ അതിന്റെ ലോജിക് ഒന്ന് ആലോചിച്ച് വെക്കുക. -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മയാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാണല്ലോ. 1നും താഴേക്കുള്ള 0ത്തിനും താഴേക്കാണ് നെഗറ്റീവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 0ത്തിനും താഴെയാണ് നെഗറ്റീവ്, മൈനസ് എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, അപ്പൊ -1 എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാണ്. ആ അല്ലെ, -1ന്ന് 7 കുറയ്ക്കാന്ന് പറയുമ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ഒരു പൂർണ്ണസംഖ്യയെ കുറയ്ക്കുകയാണ്. ഇല്ലായ്മയിൽ നിന്ന് ഒരു പൂർണ്ണസംഖ്യയെ കുറയ്ക്കുമ്പോൾ അത് പിന്നെ എന്താവാണ് ചെയ്യണത്? ഇല്ലായ്മയായിട്ട്, അല്ലെ, ഓൾറെഡി കടമുള്ള മനുഷ്യൻ പിന്നെയും കടമാകുമ്പോഴേക്ക് കടം കൂടുകയല്ലേ ചെയ്യുക. സെയിം കോൺസെപ്റ്റ്. -1 എന്ന് പറയുന്ന ഇല്ലായ്മയിൽ നിന്ന് ഒരു പൂർണ്ണസംഖ്യയായ 7 ഒരു പോസിറ്റീവ് സംഖ്യ അങ്ങ് കുറയ്ക്കുകയാണ്. കുറയ്ക്കുമ്പോൾ എന്താവും ചെയ്യുക? ഇല്ലായ്മയിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് വീണ്ടും എന്താവും? ആ സാധനം വീണ്ടും ഒരു ഭീകരമായിട്ടൊരു ഇല്ലായ്മയായിട്ട് മാറും. അപ്പൊ -1ന്ന് 7 കുറയ്ക്കാൻ ശ്രമിച്ചാൽ കിട്ടുന്ന ഉത്തരം -8 ആയിരിക്കും. -8 ആയിരിക്കും. അതായത് ഇല്ലായ്മയിൽ നിന്ന് വീണ്ടും എടുക്കുമ്പോൾ അത് പിന്നെ ആഴത്തിലൊരു വലിയ ഇല്ലായ്മയാവുമെന്ന് അർത്ഥം. ഇത്രയേ അതിന്റെ ഒരു ലോജിക് ഉള്ളൂ. ഇനി അതെല്ലാം നിങ്ങൾക്ക് അതിനെ മാത്തമാറ്റിക്കൽ തിയറത്തിൽ പഠിക്കണമെങ്കിൽ അത് ഇങ്ങനെ പഠിക്കാം. രണ്ടും കൂടി കൂട്ടിയിട്ട് ചെറുതിന്റെ ചിഹ്നം ഇടാം, അല്ലെ. നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള വ്യത്യാസം കാണാൻ മൈനസ് ചെയ്യാൻ രണ്ടും കൂടി കൂട്ടിയിട്ട് ചെറുതിന്റെ ചിഹ്നം ഇടുക എന്ന് പഠിക്കാം. അങ്ങനെ പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. എനിക്ക് പേഴ്സണലി അത് ഭയങ്കര മറന്നു പോകുന്ന ഒരു ഫാക്ടർ ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ പഠിച്ചിട്ടില്ല, അങ്ങനെ പഠിക്കാറില്ല. നേരെ തിരിച്ച് ഇങ്ങനെ ചിന്തിക്കും. ഇല്ലായ്മയിൽ നിന്ന് കുറച്ചും കൂടി എടുത്ത് വീണ്ടും എടുക്കാൻ ശ്രമിക്കും, അത് വലിയൊരു ഇല്ലായ്മയായിട്ട് മാറുന്നു പഠിക്കും. അപ്പൊ എന്തായി? -1ന്ന് 7 എടുക്കുമ്പോൾ അത് കുറച്ചുകൂടി വലിയൊരു ഇല്ലായ്മയായിട്ട്, വലിയൊരു നെഗറ്റീവ് ആയിട്ട് മാറും. ദാറ്റ് വിൽ ബി -8 ആയിട്ട് മാറുന്നു പഠിക്കാം. ഇനി 7ന്ന് 23 കുറയ്ക്കുകയാണ് വിചാരിക്കുക. 7ന്ന് 23 കുറയ്ക്കുക, അല്ലെ. ചെറുതിന്ന് വലുത് കുറയ്ക്കുക എന്ന് പറയുന്ന സാധനമാണല്ലേ. 7ന്ന് ചെറുതിന്ന് വലുത് കുറച്ചാൽ നെഗറ്റീവ് ആവും. ഇവിടെ അത് തന്നെ സംഭവിക്കും. 7ന്ന് എനിക്കൊരു സംശയം ടീച്ചറെ, നമ്മൾ പൊതുവ്യത്യാസം കാണാൻ വലുതീന്ന് ചെറുത് കൊടുക്കുമ്പോഴല്ലേ. അപ്പൊ ഇവിടെ പൊതുവ്യത്യാസം ശ്രേണിന്ന് പൊതുവ്യത്യാസം കാണാൻ -1ന്ന് 7 ഓർക്കല്ലോ, 7ന്ന് -1 ഓർക്കല്ലേ ചെയ്യാ. ഇവിടെ പൊതുവ്യത്യാസം എന്നുള്ള കോൺസെപ്റ്റ് അല്ല, ആ ഒരു സയൻസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒരു അല്ല. ഇനി അന്ന ടീച്ചർ കുറച്ചോളം തന്നെ കുറക്കുക. അങ്ങനെയാണെങ്കിൽ -1ന്റെ കൂടെ നമ്മള് -8 കൂട്ടുമ്പോ നമുക്ക് 7 കിട്ടണം. പക്ഷെ -1 പ്ലസ് -8 എന്ന് പറയുമ്പോ ആ പ്ലസ് മൈനസ് മൈനസ് ആയി പോവില്ലേ? അപ്പൊ ഉത്തരം 9 ആയി പോവോ? -1നോട് എന്തിനാണ് -8? അല്ല, നമുക്ക് 7 കിട്ടണ്ടേ ഇപ്പുറത്ത്. -1 -8 ഇതല്ലേ സാധനം? ഇതാണല്ലോ സാധനം. അങ്ങനെയല്ലല്ലോ. നമുക്കില്ലേ നമ്മൾ ഇനി ഈ ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ശ്രേണി പൂർത്തിയാക്കുമ്പോ -7ന്റെ കൂടെ -2 കൂട്ടിയപ്പോ നമുക്ക് -5 കിട്ടി. അല്ല, അങ്ങനെ വന്ന് ഈ -7നോട് -2 കൂട്ടുകയല്ല, -7ൽ നിന്ന് -2 കുറച്ചാലാണ് -5. വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കുകയാണ്, കൂട്ടലല്ല. അല്ല, ശ്രേണി മുന്നോട്ട് പോണനുസരിച്ച് ഇവിടെ കൂടല്ലേ ചെയ്യാ. 7ന്റെ കൂടെ 2 മൈനസ്. വെയിറ്റ്, ഞാൻ പറയുന്നത് കേൾക്കും. നമ്മള്
ഇവിടെ കൂട്ടല് എന്നുള്ള സാധനമല്ല. നമ്മൾ സംഖ്യകളുടെ സീരീസ് കാണുന്ന സമയത്ത് ഒരു സംഖ്യയുടെയും മറ്റേ സംഖ്യ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയിൽ നിന്ന് മറ്റേ സംഖ്യ കുറയ്ക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. -7 നിന്ന് -5 കുറച്ചാൽ അവ തമ്മിലുള്ള വ്യത്യാസം ഗ്യാപ്പ് വിൽ ബി -2 ആയിരിക്കും. അതായത് -7 ഒരു വലിയ ഇല്ലായ്മയിൽ നിന്നും അതിൻ്റെ അകത്തുനിന്ന് ഒരു കുറച്ചിങ്ങോട്ട് എടുത്ത് മാറ്റില്ലേ. -7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കടമാണെന്ന് വിചാരിക്കുക. ആ കടത്തിന്റെ അകത്തുനിന്ന് ഒരു -2 അല്ലെങ്കിൽ ഒരു 2 ഭാഗം ഞാൻ അടച്ചു തീർക്കുമ്പോൾ ആ കടം കുറയല്ലേ ചെയ്യണേ. സോ ഡെഫിനറ്റ്ലി -7 എന്തായി മാറി, 2 എടുത്തപ്പോൾ -5 മാറി. കുറയ്ക്കലാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞ ഒരിക്കലും അത് കൂട്ടുന്ന കോൺസെപ്റ്റ് അല്ല, കുറയ്ക്കുന്ന കോൺസെപ്റ്റ് ആണ്. കുറച്ച് വന്നിട്ട് അത് എന്തുകൊണ്ട് വെച്ചാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ബന്ധം എന്താണെന്നുള്ള കണ്ടുപിടുത്താണ്. അപ്പൊ -7 -2 -5 ആവുന്നു. -5 -1 കുറക്കുന്നത് -1 കുറക്കുന്നത് മനസ്സിലായില്ല. -2 ഏത് രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോ കിട്ടിയതാ? ഏത് രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോഴാണ് -5ന്ന് -7 കുറച്ചപ്പോ -2 കിട്ടി. അങ്ങനെയല്ലേ ടീച്ചറെ ശരിയാവാ? എനിക്ക് അങ്ങനെ തോന്നുന്നു. ടീച്ചർ അതൊന്ന് പൂർത്തിയാക്കിട്ട് പറഞ്ഞെന്നാ. -1 എന്നുള്ളതില്ലേ, അതൊന്ന് കംപ്ലീറ്റ് ആക്കി. അതായത് ഇപ്പോ ഡിഫറൻസ് കാണുന്നത് -5 -7 കുറക്കുന്നത്, -1 -5 7 -1 അങ്ങനത്തെ പോണ്ടേ. നമ്മൾ തൊട്ട് മുമ്പത്തെ സീരീസിൽ എന്താ ചെയ്തേ? തൊട്ട് മുമ്പത്തെ സീരീസ്, അതായത് തൊട്ട് മുമ്പ് നമ്മളൊരു 1 ആ സീരീസ് ഏതായിരുന്നു? വെയിറ്റ്, അത് ഫുള്ള് പ്ലസ് അല്ലായിരുന്നു ടീച്ചറെ, അത് മൈനസ് വന്നില്ല. അതെനിക്ക് മനസ്സിലായി. ഞാനത് അതും കൂടി കണ്ടോ. 1 6 18 44 ഇതായിരുന്നു നമ്മുടെ സീരീസ്. 1ന്ന് 6 കുറച്ച് അല്ലെങ്കിൽ 6ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം 5. അതായത് അവിടെ നമ്മൾ വലുതെന്ന് ചെറുതാ കുറച്ച് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവിടെ നമ്മൾ വലുതെന്ന് ചെറുത് കുറച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് സംഖ്യയുടെ കോൺസെപ്റ്റേ വരുന്നില്ല. അവിടെ അങ്ങനെയല്ല. അവിടെ നെഗറ്റീവും പോസിറ്റീവും മിക്സ്ഡ് ആയിട്ടുള്ള സീരീസ് ആണ്. അവിടെ നമ്മൾ ഒരു സാധാരണ സീരീസിനെ ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ചെയ്യുന്ന സാധനത്തിന്റെ ആ ഒരു വൈബിൽ അവിടെ ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് തെറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാകാനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി എന്താക്കി വലുതെന്ന് ചെറുത് കുറച്ചിട്ട് ഒരു സീരീസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അവിടെ നമ്മൾ അത് ചെയ്യാൻ ശ്രമിച്ചാലുള്ള പ്രശ്നം എന്താ അറിയോ? ആ സീരീസിന്റെ ഒരു പാതി പോസിറ്റീവും ഒരു പാതി നെഗറ്റീവും ആണ്. അവിടെ വലുതെന്ന് ചെറുത് കുറയ്ക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഉത്തരം നേരെ ഉൾട്ടയാവും. ഒക്കെ മെസ്സപ്പ് ആയിട്ട് മാറും. അവിടെ കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തൂല. ആ കണ്ടീഷനിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇവിടെ ചിന്തിച്ച പോലെ അവിടെ ചിന്തിക്കരുത്. അവിടെ നമ്മൾ എപ്പോഴും ആദ്യത്തെ സംഖ്യയിൽ നിന്നും രണ്ടാമത്തെ സംഖ്യ കുറയ്ക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സീരീസിൽ തന്നെ പോണം. ഇവിടെ അത് പോസിറ്റീവ് സംഖ്യ മാത്രമായതുകൊണ്ടാണ് നമ്മളെ ഇഷ്ടത്തിന് വലുതെന്ന് ചെറുത് കുറച്ചത്. അവിടെ അത് നടക്കൂല. അവിടെ അത് രണ്ടും കൂടി മിക്സ്ഡ് ആയൊരു ശ്രേണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരെ ആ ഓർഡറിൽ തന്നെ -7 ആദ്യത്തേതിൽ നിന്ന് രണ്ടാമത്തേത് കുറയ്ക്കുന്നു എന്ന് പറയുന്ന സീരീസിൽ തന്നെ പറഞ്ഞത്. കത്തിയോ? എന്തുകൊണ്ട് നമ്മളത് ഇവിടെ ചെയ്ത യെസ്, ഓക്കെ. ഇനി ഞാനതൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു നമ്മുടെ സീരീസ് കംപ്ലീറ്റ് ചെയ്താൽ കണക്ട് ആവും അത്. നമ്മുടെ ചോദ്യം നോക്കാം. -7 നിന്ന് -5 കുറയ്ക്കുന്നു. -7 നിന്ന് -5 എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ -2 അവിടെ ബാക്കിയുള്ളത്. -5ന്ന് -1 കുറയ്ക്കുന്നു. -1 ഒരിത്തിരി നെഗറ്റീവ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് -4 മാത്രമാണ് ബാക്കിയുള്ളത്. -1ൽ നിന്നും 7 എന്നൊരു പൂർണ്ണസംഖ്യയെ എടുത്തൊഴിവാക്കാൻ ശ്രമിക്കുമ്പം അത് കുറച്ചും കൂടി വലിയൊരു നെഗറ്റീവ് ആയിട്ട് മാറും, -8 ആയിട്ട് മാറും. ഇനി 7ൽ നിന്ന് നമ്മൾ 23 കുറയ്ക്കണം. 7ൽ നിന്ന് 23 കുറയ്ക്കുക എന്ന് പറയുമ്പം ചെറുതിൽ നിന്ന് വലുത്, ഉത്തരങ്ങൾ വരുന്നുണ്ടല്ലോ, ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുന്ന പോലെയാണ്. ഒരു ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ കുറച്ചാൽ അത് നെഗറ്റീവ് ആവും, ഷുവർ ആണ്. ഓക്കെ, 10ൽ നിന്ന് 5 കുറച്ചാൽ 5 കിട്ടുക.
5ൽ നിന്ന് 10 കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും നെഗറ്റീവിലേക്ക് മാറുമല്ലോ. അപ്പൊ 7ൽ നിന്ന് ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് ഒരു വലിയ സംഖ്യ കുറയ്ക്കുമ്പോ 7ൽ നിന്ന് 23 എടുക്കാൻ ശ്രമിക്കുമ്പോൾ ദാറ്റ് വിൽ ബി -16 ആയിട്ട് മാറും. ഓക്കെ, -16. 7ൽ നിന്ന് 23 എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പിന്നെയും 16ന്റെ ഷോർട്ടേജ് കാണിക്കാൻ 7ന്റെ അകത്ത് 23 എടുക്കാനില്ല. 7ൽ 7 ഉള്ളൂ, അതിൽ ഇനി 23 പോവില്ല. ഓക്കെ, അപ്പം പിന്നെ അതെന്താവും, നെഗറ്റീവിലേക്ക് മാറും, -16 എന്നായിട്ട് മാറും. അപ്പൊ ആദ്യം തന്ന സീരീസ് നെഗറ്റീവും പോസിറ്റീവും മിക്സ്ഡ് അപ്പ് ആയിരുന്ന ഒരു സീരീസിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനെ ഒരു സബ് സീരീസ് ആക്കിയപ്പോ അവിടെ എല്ലാം നെഗറ്റീവ് വാല്യൂ ഉള്ള സീരീസ് ആയിട്ട് മാറി. എല്ലാ സംഖ്യയ്ക്കും അവിടെ നെഗറ്റീവാ, പോസിറ്റീവും നെഗറ്റീവും മിക്സ്ഡ് അല്ല, എല്ലാം നെഗറ്റീവ് ആണ്, ഒക്കെ നെഗറ്റീവ് ആണ്. -2, -4, -8, -16 അത് നെഗറ്റീവ് ആണെന്ന് മാത്രമല്ല ഒരു സംഖ്യ മറ്റേ സംഖ്യയുടെ ഇരട്ടിയാണ്. 2ന്റെ ഇരട്ടിയാണ് 4, 4ന്റെ ഇരട്ടിയാണ് 16, 16ന്റെ ഇരട്ടി ആയിരിക്കും ഡെഫിനറ്റ്ലി അടുത്ത ഒരാൾ അല്ലെ, ഇവിടെ നിൽക്കണ ആൾ അല്ലെ, 16ന്റെ ഇരട്ടി ആയിരിക്കും 32. 16ന്റെ ഇരട്ടി ആയിരിക്കുമെന്ന് മാത്രമല്ല അയാൾ ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 23നോട് -32 കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമോ അതായിരിക്കും എന്ത് ഇവിടെ വരാൻ സാധ്യതയുള്ള ഉത്തരം എന്ന് പറയുന്നത്. കളർ മാറ്റട്ടെ. അതായിരിക്കും ഇവിടെ വരാൻ സാധ്യതയുള്ള ഉത്തരം. 23നോട് -32 കൂട്ടുക എന്ന് പറയും. 23നോട് ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും കൂട്ടാൻ രണ്ടും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, രണ്ടും കൂടി കൂട്ടിയിട്ട് ചെറുതിന്റെ ചിഹ്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. രണ്ടും കൂടി കൂട്ടി 55, ചെറുത് ഇതിൽ 23 ആണ്. 23 ഒരു പോസിറ്റീവ് സംഖ്യയാണ്, ചിഹ്നം 23ന്റെ ആണ് വരിക. സോ ഇറ്റ് വിൽ ബി 55. യെസ്, ഇപ്പൊ കത്തിയോ? സംശയങ്ങൾ ചോദിച്ച ആളുകൾക്ക് ഓക്കെ, യെസ്. മൂവ് ചെയ്യട്ടെ, ഒരു ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, 55 will be the right answer. ഇനി ജസ്റ്റ് അടുത്ത് കോഡാക്കുന്ന ചോദ്യമാണ്. സ്കൂളിനെ 72 എന്ന് കോഡാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഇതേ മാനറിൽ തന്നെ ഇതേ സ്കീമിൽ കോളേജിനെ നിങ്ങൾ എങ്ങനെയാണ് കോഡാക്കാൻ പോണേന്നാണ് ചോദിക്കണേ. സ്കൂളിനെ ഞങ്ങൾ 72 എന്ന് കോഡാക്കിയിട്ടുണ്ട്, കോളേജിനെ നിങ്ങൾ എങ്ങനെയാ കോഡാക്കാൻ പോണെന്നാ ചോദിക്കണേ. നമുക്ക് നേരത്തെ എഴുതിയ ABCD ഇവിടെ വീണ്ടും എഴുതാൻ നിൽക്കണ്ട. നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, അപ്പുറത്തെ ABCDയിൽ ഒന്ന്, അപ്പുറം ഭയങ്കര മെസ്സപ്പായി കിടക്കുകയാണോ, അത് ഇവിടെ നിന്ന് എടുക്കാം തൽക്കാലം. നമുക്ക് ഇവിടെ ഉള്ള തന്നെ സ്കൂളിനെ എന്താക്കിയിട്ടുണ്ട് എന്നാ പറഞ്ഞു പാനിയുടെ. സ്കൂളിനെ 72 എന്ന് കോഡാക്കിയിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ നമ്മളെടുത്ത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കോളേജിനെ നിങ്ങൾ എങ്ങനെയാ കോഡാക്കാന്നാണെന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജസ്റ്റ് ചോദ്യം അപ്പുറത്തായിരുന്നു, നമ്മൾ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിട്ട് ഇപ്പൊ എഴുതി ABCD എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, കൺഫ്യൂസ്ഡ് ആവരുത്. S19 ആണ്, പ്ലസ് C3 ആണ്, H8 ആണ്, O15 ആണ്. എഗെയിൻ 2 ഓല്ലേ, ഇപ്പൊ 2 15 വരും. L എത്രയാ, L 12 ആണ്. ഒന്ന് കൂട്ടി ഓക്കെ. 19 + 3 + 8 + 15 + 15 + 12 നോക്കാം. 19 22, 22 × 30, 30 30 60, 60 12 72. ഇങ്ങനെയാണ് സ്കൂളിനെ കോഡാക്കിയത് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതേപോലെ തന്നെ കോളേജിനെ കോഡാക്കാനാ പറഞ്ഞത്. കോളേജിനെ കോഡാക്കുമ്പോൾ കോളേജിന്റെ പറഞ്ഞ സ്പെല്ലിങ് COLLEGE, ഇതാണ് കോളേജിന്റെ സ്പെല്ലിങ് പറഞ്ഞ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് കോഡാക്കി വെക്കാം. C3 ആണ്, 3 + O15 ആണ്, പ്ലസ് L എന്ന് പറയുന്നത് 12 ആണ്. 2 L ഉണ്ട്, അപ്പൊ 2 12 വരും, പ്ലസ് 5 ഈ 5 പ്ലസ് G7 എഗെയിൻ 5 ഒന്ന് കൂട്ടി വെക്കാം നമുക്ക്. 15 3 18, 18 10 28 2 30, 42, 42 5 47, 47 20, 24, അല്ല 47 3 50,
54, 59 അല്ലേ കിട്ടുക. 59 വിൽ ബി ദ റൈറ്റ് ആൻസർ. കോളേജിന് 59 എന്ന് കോഡാക്കാം എന്നാ പറഞ്ഞു. നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം അല്ലെ. 59 എല്ലാം കിട്ടിയ 59 വിൽ ബി ദ റൈറ്റ് ആൻസർ. 59 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. നല്ല രസമുള്ള സാധനമാണ്. നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഹരം പിടിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്സ് ഇസ് എ ഗുഡ് സബ്ജക്ട്. നെറ്റിന്റെ മാത്സ് നല്ലതാണ്, നല്ല രസമാണ്. ആ ഇൻട്രസ്റ്റോടുകൂടി തന്നെ ചെയ്യാം, ഒരു ത്രില്ലില് ചെയ്യാം. അപ്പൊ അങ്ങനെ അങ്ങ് പോകും. അപ്പം നമ്മൾ ഒന്നിച്ചൊക്കെ ഇരുന്ന് പിയർ ലേണിംഗ് ഒക്കെ ചെയ്യാം. അപ്പം കുറച്ചുകൂടി രസമായിരിക്കും മാത്സ് എന്ന് പറയുന്ന സംഭവം. സോ അത്രയാണ്. സി യു.